എന്നും നടക്കാൻ പോകും. അതെ, എന്നും ഉറക്കത്തിലാണ്. രാവിലെ 6 മണിക്ക് 1 മണിയാകുമ്പോ എണീറ്റ് കാപ്പിയും കുടിച്ചിട്ട് 2 മണിയാകുമ്പോ ചോറും. അതായത് പറയട്ടെ. ഹലോ ഗൈസ്, ഞാൻ രാവിലെ 11:30ക്കാണ് എണീറ്റ് ഫുഡ് കഴിക്കുന്നത്. ഞാൻ 6 മണിക്ക് എണീറ്റ് എന്ന് നടക്കാൻ പോകും. ആരും എന്റെ കൂടെ വരും. അതല്ല, 11:30ക്കാണ് എണീക്കുന്നത്. എന്നിട്ട് ഉച്ചക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, വൈകിട്ട് ഇത് കഴിക്കുന്നു, ചോറ്. അപ്പൊ ഗൈസ്, നമ്മൾ മൗസിയിൽ പോവുകയാണ്. പോയല്ലേ മതി കണക്കേണ്ട. നമ്മളെ കൂടെ കാണിക്കണേ. നമ്മൾ മൗസിയിൽ അവൽ മിൽക്ക് പക്ഷെ നമ്മൾ സമ്മതിക്കില്ല അവരെ മാറ്റാൻ. അപ്പൊ നമ്മള് ബൂസ്റ്റിൽ എടുക്കാം. അപ്പൊ ഗൈസ്, നമ്മുടെ ഇത് വന്നു. ഞാൻ അയച്ചു തന്നത് തന്നെ. അങ്ങനെ ഇവിടെ എല്ലാരും കുടിച്ചു കഴിഞ്ഞു. ലുലുവിൽ വന്നു കഴിഞ്ഞാ ഇവിടെ വണ്ടി ഇടാനിപ്പോ വെക്കേഷൻ സമയത്ത് കണ്ടുപിടിക്കാനാണ് പാട്. ഞാൻ കണ്ടുപിടിച്ചു, കൊറേ കണ്ടുപിടിച്ചു. ഇത് എന്തിനാണ് എന്ന് ലുലുവിൽ പറഞ്ഞത് എനിക്ക് അറിഞ്ഞൂടാ. അവിടെ ഒബ്രോൺ മാളിൽ കേറാൻ പറഞ്ഞ ആരും കേക്കണില്ല. ഈ പച്ചകള് കത്തിക്കിടക്കണേന്നറിയാമോ? വഴി കാണിച്ചിട്ടിരിക്കണേണെന്നോ. 8 എണ്ണം ഇങ്ങോട്ട് സ്ലോട്ട് ഇങ്ങോട്ട് അവിടെ പറ്റില്ല. അത് പോണ വഴിയല്ലേ, ഇറങ്ങി പോണ വഴി. എടാ, നീ എപ്പോഴും ഏയില് പോവാതെ ഇവിടെ കിടന്നറിയണേ. ഏയിലാണെങ്കിൽ നമുക്ക് വരാ പോണ ഞാൻ പിടിക്കൂല. മെട്രോയിൽ കയറാം. സിറക്കലോട് സിറ
എവിടെയെങ്കിലും പോണോന്ന് പറഞ്ഞ ദൂരോട്ട് ഞാൻ ചോദിച്ചിട്ടല്ലേ വന്നത് എവിടെ എടുക്കണോന്ന്. ഇതല്ല ഇപ്പൊ മെട്രോ വരെ ക്ഷീണിച്ചിരിക്കുന്നു. ഇവിടെ ഫുൾ അടിയാണ്. അടിയെ എല്ലാരും പോയി. ഒരാൾ പറയണ ഇത്രയും ദൂരം എടുക്കണ്ടായിരുന്നു, ഒരാൾ പറയണ ദൂരം കുറവായി പോയി. അങ്ങനെ ചൂട് അവിടെ അപ്പം എല്ലാവരും കൂടെ പോയി നിൽക്കുകയാണ്. ഭയങ്കര കുഴപ്പമാണ്. നമ്മൾ ലുലുവിൽ തന്നെ ഇട്ടിട്ട് പോകാൻ പോവുകയാണ്. പണ്ട് കാത്ത് ഇവിടെ കയറി ഇരുന്ന് ഓർമ്മയുണ്ടാവാ. നമ്മളെല്ലാരും സാധനം വാങ്ങിച്ചോണ്ട് പോയേ കുഞ്ഞക്ക്. നമ്മള് സാധനം വാങ്ങിച്ചോണ്ട് പോയി. കാത്ത് അവിടെ മറ്റേ ചോപ്പിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കണേ. അവിടെ തന്നെ നിക്കണേ. ഒന്നും അല്ല, പോലീസൊന്നും വന്നില്ല. നമ്മള് തിരിച്ച് പോയപ്പോഴേ ഇല്ല വേണ്ട. അപ്പൊ ഞാൻ നോക്കിയപ്പോ കാത്തൂനെ കാണാനും. അപ്പൊ കുഞ്ഞ് അങ്ങ് പോണേ. അപ്പൊ ഞാൻ ചോദിച്ച കാത്തു അവിടെ. അപ്പൊ അയ്യോ എന്തോ കൊച്ചപ്പതേ. എന്നിട്ട് തിരിച്ചു പോയപ്പോഴത്തേക്ക് അവിടെ തന്നെ തൂങ്ങി നിക്കണ്. അവിടെ നിന്ന് 1 ഇഞ്ച് പോലും മാറാതെ. ആ വ്യക്തിയാണ് ഈ വ്യക്തി, വലിയ സേച്ചി. നിനക്കിപ്പോ എന്തൊരു വേണമെന്ന് പറ. ബ്ലോക്ക് ഉണ്ട്. മെട്രോ കണ്ടില്ലേ? പിന്നെ വൈകിട്ടായ നല്ല ബ്ലോക്ക് ആണല്ലോ. ഇടപ്പള്ളി പള്ളിയിൽ പെരുന്നാളൊക്കെ നമ്മൾ പോയില്ലേ? നമ്മള് പോയി. കടന്നുണ്ട് എറണാന്ന് നോക്കി. ഇപ്പൊ നമ്മള് ബൂഫേലോട്ടാണ് പോണേ. അവിടെ ഫുഡ് തക്കട് പിന്നെ ഫുൾ ടൈം ഫുഡ് അടിയാണ്. അതുകൊണ്ട് തക്കടൊരു വിഷയമല്ല. ഇപ്പൊ നമ്മള് ബൂഫെ റെസ്റ്റോറന്റിൽ പോവാണ്. റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് ഗൈസ്. ഈ വീഡിയോ അപ്പൊ ഗൈസ് നമ്മൾ ബൂഫിയ മന്തി അല്ലെ ബൂഫിയ സ്ക്വയറിലാണ്. നമ്മളൊരു പെരി പെരി അൽഫാമാണ്. ഫോൺ എടുത്താൽ മതി. തക്കട് ഓർമ്മ അവരൊക്കെ ബിസി മെനു ലുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫുഡിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഓർഡർ ചെയ്തിട്ട്.
എന്താ ആരെ കൊടേ നാ ഓടിപ്പോയി വാങ്ങിച്ചോണ്ടോ. അപ്പൊ അച്ഛൻ നമുക്ക് കൊട തരാൻ പോവാണ് ഗൈസ്. അതെ ഗൈസ്, കാത്ത് ഓടിപ്പോയി വാങ്ങിച്ചോണ്ടേ. ഗൈസ് മിന്നലാണ് ഗൈസ്, മഴ പെയ്യാൻ പൊക്കോണ്ട്. ഇപ്പൊ സമയം ഇപ്പൊ സമയം 10:30. അപ്പൊ നമുക്ക് വീട്ടില് പഞ്ചസാര ഒന്നുമില്ല. അപ്പം ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ കടയിലൊന്നും പോവാറില്ല. അപ്പൊ ഇവരെ കൊള്ളാന്നാണ് ഞാൻ കടയിലൊക്കെ പോകുന്നത്. അതെ അതെ, പാവം ബുദ്ധിയില്ലാത്ത വെച്ചാണ്ട് ഒറ്റയ്ക്ക് വിടൂലായിരുന്നു. ബുദ്ധിയുള്ള എന്റെ കൂടെ വിടുള്ളൂ. അതെ, ഈ മൊണ്ണയുടെ കൂടെ. ഹലോ, നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോഴാണ് അങ്ങനെ നമ്മള് ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട്. ബാക്കി പൈസക്ക് ഇത് വെച്ചു. അത് തന്നെ മഴ പെയ്യാനായിട്ട് മഴ പെയ്ത് തുടങ്ങി. അത് തന്നെ, ഓടിക്കോ ഗൈസ്, ഓടിക്കോ ഓടിക്കോ. ആ വലിയ അച്ഛനവിടെ നോക്കി നിപ്പുണ്ട്. മഴയൊക്കെ പെയ്ത് മിന്നലൊക്കെയാണ് ഗൈസ്, നല്ല കാറ്റുണ്ട്. ചാണകോ അങ്ങനെ എടുക്കണ്ടേ. ഓ മൈ ഗോഡ്. ഒരു അപ്പൊ അതെ, നമ്മള് വീട്ടിലെത്തിയപ്പോ തന്നെ മഴയും പെയ്തു. അതെ ഗൈസ്, അങ്ങനെ അമ്മ കട്ടൻ ചായ ഇടാൻ പോയിട്ടുണ്ട്. അങ്ങനെ മഴയത്ത് കട്ടൻ ചായയും കുടിച്ചോണ്ടിരിക്കുന്നതാണ് ഗൈസ്. കട്ടൻ ചായ കിട്ടിയില്ല. കട്ടൻ ചായ ഉണ്ടാക്കാൻ പോണതേ ഉള്ളു. ഇപ്പൊ ഇവിടെ തുള്ളി നടക്കുന്നവള്. ഇവിടെ മഴ പെയ്ത് ഒളിഞ്ഞു നോക്കണ. ചാച്ചിന്റെ പാട്ടാണിത്. ഏത് പാട്ട്? ഇത് ഒരു ഓ, ആ പാട്ടായിരുന്നു.